കുറേ ദിവസമായിട്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒത്തിരി വീക്കായിരുന്നു ഞാൻ. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. ഇനി കുറച്ച് നാൾ ഇത് തേച്ച് മിനുക്കിയിരിക്കുമ്പം എൻ്റെ മൂഡൊക്കെ ശരിയാവും. ഇനി ഇത് ട്യൂൺ ചെയ്തൊക്കെ ശരിയാക്കണം. അതുകൊണ്ട് തൽക്കാലം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ പണിയിലേക്ക് നമുക്ക് കിടക്കാം. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് കാർ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ക്ലൈമറ്റും അതുപോലെ മാനസിക നിലയും ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, എന്നാൽ നല്ല ക്ലൈമറ്റുമാണ്. എന്നാൽ ഇന്ന് തന്നെ അങ്ങോട്ട് കാറൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ പണിയായതും എടുത്തു. ഞാൻ എൻ്റെ ഈ ഒരു വെറ്റ് വൈപ്സ് ആണ് എൻ്റെ പണിയായത്. അതും എടുത്ത് ഞാനും ഇറങ്ങിയിട്ടുണ്ട്. എനിക്കെല്ലാം ചെറിയ പണികളെ തരാറുള്ളൂ, തൂപ്പും തുടപ്പും ഒക്കെ. വലിയ പണികളൊക്കെ പുള്ളിക്കാരൻ അങ്ങ് ഏറ്റെടുക്കും. ഈ കാറൊക്കെ വൃത്തിയാക്കുമ്പം വേറൊരു ഗുണം കൂടെ ഉണ്ട്. മാസങ്ങളായിട്ട് കാണാതെ പോയ പല സാധനങ്ങളും ഈ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അങ്ങനെ എനിക്കും കിട്ടി. കുറേ നാളായിട്ട് കാണാതിരുന്ന ഹെയർ ബാൻഡ്സും ക്ലിപ്പും ചീപ്പും എന്തൊക്കെയൊക്കെയോ കിട്ടി. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഒരാവശ്യത്തിന് എടുത്ത് കാറിലിടുന്നതാണ്, പിന്നെ തിരിച്ചെടുക്കാൻ മറന്നുപോവേ. അതല്ലേ സ്വാഭാവികമാണല്ലോ അല്ലേ? അത്ര കുറ്റം പറയേണ്ട കാര്യമൊന്നുമല്ല. കാറിനകത്ത് നിന്ന് കിട്ടിയ ചപ്പ് ചവറുകളാണ് ഇതെല്ലാം. വീണ്ടും കുറേ സാധനങ്ങൾ കിട്ടി. ഇനി ഇതും എൻ്റെ തലയിലാവുമോ എന്തോ. അങ്ങനെ ഏതായാലും ഒരു 1.5 മണിക്കൂർ എടുത്ത് കാറിൻ്റെ ഇൻസൈഡ് പോർഷൻ ഫുള്ളും ക്ലീൻ ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു കാർ വാഷിംഗ് സെൻറ്ററിൽ പോയിട്ട് പുറമേയും കൂടി ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ കുട്ടപ്പനായി. കാറിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്ത് സമാധാനമായിട്ട് വീട്ടിനകത്തേക്ക് വന്നപ്പോഴാണ് വീടിനകമൊക്കെ കുളമായിട്ടുണ്ടായിരുന്നു. ഇനി എന്താ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. വീടിനകം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ചടാ, ഒരു 1/2 മണിക്കൂറും കൊണ്ട് അകവും ക്ലീൻ ആക്കി.